ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഈ ഒരു കെൻറ്റിൻ്റെ അൾട്രാ ഡിജിറ്റൽ എന്ന് പറയുന്ന 5 ലിറ്റർ മോഡൽ എയർ ഫ്രയർ ആണ് കേട്ടോ. ഈ ഒരു എയർ ഫ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാടധികം കാര്യങ്ങൾ മിസ്സിംഗ് ഒന്നുമല്ല, ഓവർ ഡൺ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു എയർ ഫ്രയർ ആണ്. സ്യൂട്ടബിളി ഒരു 3 to 5 ആളുകൾക്ക് ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 1 ബാച്ച് കുക്കിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കിച്ചൺ കൗണ്ടറിൽ വെച്ചാലും ഭയങ്കര ബൾക്കായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. 1500 വാട്ട്സിൻ്റെ പവർ കൊടുത്തിട്ടുണ്ട്. ഈവൻ ആയിട്ട് തന്നെ മൊത്തത്തിൽ ഹീറ്റപ്പ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഹോട്ട് സ്പോട്ടോ അല്ലെങ്കിൽ കോൾഡ് സ്പോട്ടോ ഒന്നും ഞാൻ കണ്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിൽ ക്ലീനർ ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടച്ച് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 8 പ്രീസെറ്റ് മെനു ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലും, അങ്ങനെ കൺഫ്യൂസ് ചെയ്യാവുന്നതല്ല ഈവൻ ബിഗിനർ ആണെങ്കിൽ കൂടി. പിന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ റീച്ച് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിക്കോളും. പിന്നെ ഇതിനകത്ത് ഒരു ഗ്ലാസ് വിൻഡോ ഫംഗ്ഷൻ ഉണ്ട്. ഇതാ ഈ കാണുന്ന സംഭവം കണ്ടില്ലേ, ഇതിനകത്തൂടെ നമുക്ക് അകത്ത് എന്താണ് കുക്ക് ചെയ്യുന്നത്, അത് പ്രോപ്പർലി കുക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇത് തുറന്നു നോക്കാതെ തന്നെ അറിയാനും പറ്റും. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്നാക്സ്, ടീക്കാസ്, ഫ്രൈസ്, റീഹീറ്റിങ്, അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ബേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് അധികം ഓവർ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ ചെയ്യാനും ഇതിനകത്ത് പറ്റും. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പേപ്പറിൽ അധികം ഇംപ്രസ് ചെയ്യാതെ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇംപ്രസ് ചെയ്യുന്നൊരു എയർ ഫ്രയർ തന്നെയാണ് കേട്ടോ ഈ ഒരു കെൻറ്റിൻ്റെ എയർ ഫ്രയർ. നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയതും ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഡെയിലി ലൈഫിൽ എന്ന് പറയാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നിയൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കെൻറ്റിൻ്റെ ആയിരുന്നു. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലിറ്റർ എന്ന് പറയുന്നത് ട്രൂ സ്വീറ്റ് സ്പോട്ടാണ് ഇന്ത്യൻ ഫാമിലീസിന്. ബാലൻസ്ഡ് പവർ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ഒരുപാട് നമ്പർ ഉണ്ടാവുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പവർ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ സിമ്പിൾ കൺട്രോൾസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പാടുമില്ല, എല്ലാത്തിൻ്റെയും പടം സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രീസെറ്റ്സ് ഒന്നുമില്ല. ഈവൻ എത്ര ബിഗിനറിനാണെങ്കിലും ഇതിനകത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.